2017 ജൂൺ 3-നാണ് വിജയകുമാറിൻ്റെ മകൻ ഗൗതം വിജയകുമാറിനെ കോട്ടയത്തെ കാരിദാസ് ആശുപത്രിയുടെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണുന്നത്. പക്ഷേ റെയിൽവേ ട്രാക്കിൽ മരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കാറിൽ കുറേ ദൂരം മാറ്റിയിരുന്ന കാറിൽ രക്തക്കറ കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 2019 ഈ 17 മകൻ മരിക്കുന്നു, അതും സംശയകരമായ സാഹചര്യത്തിൽ. 2019 അന്വേഷണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിജയകുമാർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസ് നടത്തിയത് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൂടിയായ ആസഫ് അലിയാണ്. അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും ഈ കഴിഞ്ഞ മാസമാണ് ഈ കേസ് അന്വേഷണം CBIക്ക് വിട്ടതല്ലേ? എന്തായിരുന്നു എൻ്റെ ഒരു സാഹചര്യം? കാരണം കേരള പോലീസിൻ്റെ കണ്ടെത്തലേ അത് സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ്. ഇപ്പോൾ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന്. അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല. ആ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണത്തിന് വേണ്ടി 5 കൊല്ലം നിയമപോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും. സ്വന്തം മകൻ്റെ ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണിത്. വിശദമായ അന്വേഷണം ഇതിൽ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു സംശയം, അതായത് വിജയകുമാറിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഈ മകൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു, കാറിൽ രക്തക്കറ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം CBI അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കളെ സമീപിച്ചത്? രക്തക്കറയല്ല, മകൻ്റെ കാറ് നിറയെ രക്തമായിരുന്നു, ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം. അപ്പം അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിൽ നിന്ന് 204 മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിലിൽ ചാടി മരിക്കേണ്ട ബോഡി 2 കഷ്ണമായി പോകണം. ഇത് റെയിലിൻ്റെ സൈഡിലാണ് ബോഡി കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഒരു റെയിലിൽ ചാടി മരിച്ച, തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ച ഒരു മരണമല്ല, അതൊരു കൊലപാതകമാണ്. അത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അത് കോടതി അംഗീകരിച്ചു. കോടതി അത് ഹോമിസൈഡാണ് എന്ന് തന്നെ കണ്ടെത്തി. ആ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഇത് ഹോമിസൈഡാണ്. അങ്ങനെയാണ് CBI അന്വേഷണത്തിന്. വിജയകുമാറിന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കൊലപാതകമാണെന്ന്. അല്ല, ആരാണ് അങ്ങനെ ഒരു? ആരെയും സംശയം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ആത്മഹത്യ ആവില്ല. കാരണം തലേന്ന് രാത്രി 8 മണിക്ക് മകൻ അമ്മയെ വിളിച്ച് ചോദിക്കുന്നു, അമ്മയെ ഭക്ഷണം എന്തോ വേണ്ടെന്നത്. പിന്നെ രാവിലെ കാണുന്നില്ല. അങ്ങനെ പോലീസ് പരാതി കൊടുത്തപ്പോഴാണ് ഈ മരിച്ച നിലയിൽ മകനെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ആരെയും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല. അയാൾ ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. CBI അന്വേഷിച്ചിട്ട് സത്യം കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിധി മുഴുവൻ വായിച്ചു നോക്കിയാൽ ആരെയും അദ്ദേഹം സംശയമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ നിയമപോരാട്ടം ഫലം കണ്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ 2 പേരും കൊല്ലപ്പെടുന്നു. അതിദാരുണമായ സംഭവമാണ്. കേരളത്തിലോ നമ്മുടെ രാജ്യത്തൊരിക്കലും ആർക്കും ഇങ്ങനെയൊരു ദുര്യോഗം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഒരു ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് തോന്നുന്നുണ്ടോ? ഗോഡ് അലോൺ നോസ്. കോടതി ഉത്തരവ് വന്നതിന് ശേഷം വിജയകുമാർ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം അതിനുശേഷം നിരവധി തവണ പല കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല കേസുകളുണ്ട് നമ്മൾ തമ്മിൽ. ഇത് മാത്രമല്ല, പല കേസുകളും. അതിലൊക്കെ ഒരു ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ സൂചന? ഒരു ശത്രുക്കളുമില്ല. അയാളുടെ മകനോ അദ്ദേഹത്തിനോ ഒരു ശത്രുക്കളുമില്ല എൻ്റെ അറിവിൽപ്പെട്ടിടത്തിലുള്ള. മൊത്തം ദുരൂഹത. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. നിഷ്പക്ഷമായ, സത്യസന്ധമായ, നീതിപൂർവമായ ഒരു അന്വേഷണം അനിവാര്യമായ ഒരു കേസാണിത്. നാളെ വിജയകുമാറിൻ്റെയും ഭാര്യയ്ക്കുണ്ടായ ഒരു ദുര്യോഗം ആർക്കും ഉണ്ടാവരുത്. തിരുവനന്തപുരം സ്പെഷ്യൽ ക്രൈം യൂണിറ്റാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ മകൻ്റെ കൊലപാതകം, മരണം. CBI അന്വേഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ ഈ ഹോമിസൈഡ് അന്വേഷിക്കുന്ന വിങ് തിരുവനന്തപുരത്താണ്. എന്തായാലും അടിമുടി ദുരൂഹത. കാരണം മകൻ്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് വിജയകുമാറും ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി കഴിഞ്ഞ മാസം
CBIക്ക് വിടുന്നു. അതിനകത്ത് ആ കോടതിയിൽ ഉത്തരവിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എഴുതി വെച്ചിട്ട് ഇത് ഹോമിസൈഡ് ആണെന്ന് സംശയിക്കപ്പെടുന്നു എന്നുള്ളത്. സാറിന് അങ്ങനെ എഴുതാറില്ല. അപ്പോൾ ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ CBI ഏറ്റെടുത്തു. കഴിഞ്ഞ മാസം ആണ് ഉത്തരവ് വന്നത്. സ്വാഭാവികമായും വിജയകുമാറിൻ്റെയും ഭാര്യയുടെയൊക്കെ മൊഴി CBI എടുത്തായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരൂഹമായ മറ്റൊരു കൊലപാതകം കൂടി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അദ്ദേഹം പോലും ഞെട്ടലിലാണ്. കാരണം ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. കാരണം ഈ കേസ് CBIക്ക് വിട്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ശക്തമായ ഉത്തരവാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മരണം ഞാൻ പറഞ്ഞാണ് അദ്ദേഹം അറിയുന്നത്. ആ ഒരു ഞെട്ടലിലാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും ഇനി ഇതൊരു വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ ഒരു ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. CBI കേസ് അന്വേഷണം ഏറ്റെടുത്ത് വിജയകുമാറിൽ നിന്നും അതുപോലെ തന്നെ ഭാര്യയിൽ നിന്നൊക്കെ മൊഴിയെടുത്തിരുന്നു. ബാക്കിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ രണ്ടുപേരും ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത്. ബിജു, ഇപ്പോ ഇവരുടെ രണ്ടുപേരുടെയും കൊലപാതകത്തിൽ ഇപ്പോൾ പോലീസ് പ്രഥമ ദൃഷ്ട്യാ സംശയിക്കുന്നത് ഈ അസം സ്വദേശി അമിത്തിനെയാണ്. അങ്ങനെയെങ്കിൽ ഈ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കോടതി തന്നെ ഹോമിസൈഡ് ആണ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സർക്കാർ റെക്കോർഡിൽ ഇപ്പോൾ മരണം എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധം ഉണ്ട് എങ്കിൽ അത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് വലിയ ഒരുപക്ഷെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എന്നാണ് തോന്നുന്നത്. അതെ അതെ, ഒരു ആസാം സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ആസിഫ് അലി സാറേ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വിജയകുമാർ? പോലീസിന് പലരെയും പ്രതികളാക്കാം. ആസാം, ബീഹാർ, ഗുജറാത്ത്, പഞ്ചാബുള്ള ആളുകളെല്ലാം ഇനി പ്രതിയായി വരാം. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നുണ്ടാവും. ഈ മകന്റെ സാഹചര്യം വെച്ച് കണക്കൂട്ടുമ്പോൾ സാറ് പറഞ്ഞ പോലെ രക്തം ഇങ്ങനെ കാറിനകത്ത് നിറഞ്ഞിരിക്കുകയായിരുന്നു. കോടതി ചോദിച്ചതാണ്, സ്വന്തം ഉണ്ടാക്കിയ പരിക്കാണെങ്കിൽ കഴുത്തിന് ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല. ആ കേസ് അക്കാഡമിയിൽ പഠന വിഷയമാക്കാനാണ് പറഞ്ഞത്. ഈ ഗൗതം വിജയകുമാറിൻ്റെ കേസ് പഠന വിഷയമാക്കേണ്ട കേസെന്നാണ് പറഞ്ഞത്. അത്രയും കൂടുതൽ പ്രശ്നങ്ങൾ, മെഡിക്കോ ലീഗൽ ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്തൊരു കേസാണ്. ഇതിൽ IG-യോട് കേസ് ആദ്യം കേട്ട ഹൈക്കോടതി ജഡ്ജി IG-യെ സ്വാമതയ കക്ഷിയാക്കി IG-ക്ക് ഒരു 10-40 നിർദ്ദേശം കൊടുത്തു. IG കുറേ നിർദ്ദേശം കൊടുത്തു. IG-ക്ക് നിർദ്ദേശം കൊടുത്തു, അല്ല IG അന്വേഷണ ഉദ്യോഗസ്ഥന് കുറേ നിർദ്ദേശം കൊടുത്തു, ഇതെല്ലാം അന്വേഷിക്കണം. അതൊന്നും അന്വേഷിച്ചില്ല. അതെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് അക്കമിട്ട് കോടതിയിൽ നിരത്തിയപ്പോഴാണ് ഇത് കേരള പോലീസിൻ്റെ അന്വേഷണം ഇനി തൃപ്തികരമാവില്ല എന്ന് കരുതി CBI കൊണ്ട് മാത്രമേ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ പറ്റുള്ളൂ എന്ന് ബോധ്യപ്പെട്ടിട്ട് CBIയിലേക്ക് എത്തിയത്. 5 കൊല്ലം നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടമായിരുന്നു വിജയകുമാർ. അവസാനത്തെ ദിവസത്തെ വാദത്തിൽ വിജയകുമാർ കോടതിയിലുണ്ടായിരുന്നു. ആ സംഭവം നടന്നന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ഡോക്ടറാണ്. എല്ലാം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നത്. ബിസിനസ്സിനെ ബാധിച്ചു, മാനസികമായി തളർന്ന രീതിയിലായിരുന്നു. പക്ഷേ കോടതിയുടെ വിധി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തൃപ്തിയായിരുന്നു. ആരെങ്കിലും ആയിക്കോട്ടെ, സത്യം കണ്ടെത്തണം എന്ന ഒരൊറ്റ ദൗത്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവർ രണ്ടുപേരെയും കൊല ചെയ്യപ്പെട്ടത് പല ദുരൂഹതകൾക്കും ഈ മറ്റ് കേസുകൾ, ഇദ്ദേഹത്തിൻ്റെ മറ്റ് കേസുകൾ അത്തരത്തിലൊരു ശത്രുക്കളുണ്ടാകാൻ സാഹചര്യം ഒരു അങ്ങനെ ലിറ്റിഗൻ്റ് എനിമീസ് ഉള്ള കേസേ ഇല്ല. പല കാര്യം ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 3 പേരും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ ഒരു വലിയ ശത്രുക്കളില്ലാതെ അന്വേഷിക്കട്ടെ, കേരള പോലീസ് അന്വേഷിക്കട്ടെ, അല്ല CBI അന്വേഷിക്കട്ടെ. പോലീസിൻ്റെ ദൗത്യം അതാണ്. യഥാർത്ഥ ഘാതകന്മാരെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ ദൗത്യം വളരെ വലുതായി മാറി. ഇപ്പം നമുക്കൊരു വ്യക്തമായ ചിത്രത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്നെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു ശത്രുക്കളുടെ ഒരു സംശയം പോലും അദ്ദേഹം വിജയകുമാർ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ CBI അന്വേഷണം നേരിടുമ്പോൾ വക്കീലിനോട് പല കാര്യങ്ങളും കക്ഷികൾ പറയും. പക്ഷേ അത്തരത്തിലൊരു ശത്രുതയുടെ ഒരു കാര്യം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും വലിയ സന്തോഷത്തിലായിരുന്നു. 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ മാസമാണ് മകൻ്റെ മരണം അന്വേഷിക്കാനായിട്ട് CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയത്. ആ ഉത്തരവ് കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹവും ഭാര്യയും ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെയാണ് പോയത്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെടുന്നത്. എന്തായാലും
ഇക്കാര്യത്തിൽ ഇനി ഒരു വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഞാൻ CBI യൂണിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യമായി പുരോഗമിക്കുന്നു എന്നാണ് കണ്ടെത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവരും പരാതിക്കാരായി ഇവരും കൊല്ലപ്പെട്ടതോടെ മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് കാര്യമായി പണിയെടുക്കേണ്ടി വരും ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ. ബിജു പങ്കജാണ് വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് അഡ്വക്കേറ്റ് അസഫ് അലി, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം 2017 മകന്റെ മരണം അത് ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്ന പിതാവ് പിന്നീട് നിയമപോരാട്ടം നടത്തുന്നു. അത് ഏറ്റവും ഒടുവിൽ ഈ സമയത്ത് പിന്നീട് ഹൈക്കോടതിയുടെ നിലപാട് വരുന്നു. ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് അതിലൊരു പോയിന്റായത് ഹോമിസൈഡ് എന്ന എഴുതിപ്പെട്ട ഒരു കാര്യത്തിൽ അതിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ നിർണായകമായ വിവരങ്ങളിലേക്കൊക്കെ തന്നെ വിവരശേഖരണത്തിലേക്കും അന്വേഷണത്തിലേക്കും CBI പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ രണ്ടുപേരും ഗൃഹനാഥനും ഭാര്യയും മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് ഇപ്പോഴും ഇവരുടെ വിജയകുമാറിന്റെയും ഭാര്യയുടെയും കൊലപാതകവും മകന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇപ്പോഴും എത്താൻ കഴിയും. ഈ ടി അസഫ് അലിയോട് ബിജു പങ്കജ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇന്റർ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഗോഡ് നോസ്, നമുക്കറിയില്ല എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം വേറൊരു കാര്യം സംശയിക്കുന്നത് പല ബംഗാളികളോ അല്ലെ അസാമികളോ ഒക്കെ വന്നേക്കാം, പലരും യഥാർത്ഥ പ്രതികൾ ഗ്യാലറിയിൽ ഇരിക്കുന്നു. പക്ഷെ എന്ന് പറയുമ്പോൾ നമുക്കൊരു നിഗമനത്തിലേക്ക് ഒരു പക്ഷെ എത്താൻ കഴിയില്ല. പക്ഷെ ഇവരുടെ പെട്ടെന്നുള്ള കൊലപാതകം അത് പെട്ടെന്ന് അസം സ്വദേശിയിലേക്ക് സംശയം നീളുന്നു. അതിന് പോലീസിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിലേക്ക് എത്തുന്നതിന് സഹായകമായ പല ഘടകങ്ങളും ഇപ്പോൾ ഇന്ന് നടന്ന സംഭവത്തിൽ ഉണ്ട്. പക്ഷേ മകന്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ടി അസഫ് അലി സംസാരിക്കുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഒരു തരത്തിലും ഒരു സ്വാഭാവിക മരണമാണെന്ന് നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള തെളിവുകൾ അന്ന് ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണ് മരിച്ചു കിടന്നത്. അദ്ദേഹം വന്ന കാറിൽ നിറയെ രക്തമുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെ ഒരു മരണം സ്വാഭാവികമായി സംഭവിക്കും എന്നുള്ളതാണ് കോടതി എന്ന് ചോദിച്ചത്. കോടതി ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട വിധിയിൽ പറയുന്നത് ഇത് കൊലപാതകമാണ് എന്ന് തന്നെ പറയുന്നു. അങ്ങനെയാണ് CBI കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയും യഥാർത്ഥത്തിലുള്ള പ്രതികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്.